ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25 മുതൽ 31 വരെ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. 1993 സെപ്റ്റംബർ മാസം 29-ാം തീയതി. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഒരു പ്രത്യേക പ്രൊജക്റ്റിനു വേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ചില വിദ്യാർത്ഥികൾ മഹാരാഷ്ട്രയിലുള്ള അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പോയി താമസിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ വാടകയ്ക്കൊരു കെട്ടിടമെടുത്തു. ഒരു പഴയ ബിൽഡിങ്ങാണ്. അതിലാണ് സെപ്റ്റംബർ 29-ാം തീയതി രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. പകൽ മുഴുവൻ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉറങ്ങി. എന്നാൽ പാതിര കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഉണർന്നു. അതിൻ്റെ കാരണം ഞങ്ങൾ കിടന്നിരുന്ന ആ കെട്ടിടം മുഴുവൻ കുലുങ്ങി. ഞങ്ങൾ ഭയന്നുപോയി. ഞങ്ങൾ ഉറക്കമുണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. എല്ലാവരും ഉണർന്നിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. അതൊരു ഭൂകമ്പമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതോർക്കും. 1993 സെപ്റ്റംബർ മാസം 30-ാം തീയതി അതിരാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് അതിശക്തമായൊരു ഭൂകമ്പം മഹാരാഷ്ട്രയിലെ ലത്തൂർ എന്ന സ്ഥലത്ത് ഉണ്ടായി. അവിടെ നിന്നും അനേക കിലോമീറ്ററുകൾ ദൂരെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെങ്കിലും ഞങ്ങളെല്ലാവരും ആ ഭൂകമ്പം മൂലം ഉണർന്നു. അതുപോലെ ഒരു സംഭവം ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഉണ്ടായ കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അവിടെ പൗലോസിനെയും ശീലാസിനെയും തടവിലാക്കിയിരിക്കുന്നു. ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുത്തതുകൊണ്ടാണ് അവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ കൊണ്ടയിടുന്നതിന് മുമ്പ് പൗലോസിനെയും ശീലാസിനെയും നന്നായി മർദ്ദിച്ചിരുന്നു. എന്നാൽ ഈ ജയിലിൽ കൂരാക്കൂരിരുട്ടിൽ അവർ പാട്ടുപാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർക്കടുത്തുണ്ടായിരുന്ന തടവുകാർ ഈ പാട്ടും ഇവരുടെ പ്രാർത്ഥനയുമൊക്കെ കേട്ടിട്ടായിരുന്നിരിക്കാം ഉറങ്ങിയില്ല. ഇവർ എല്ലാവരും ഉണർന്നിരിക്കുന്ന ഈ സമയത്താണ് ഭൂകമ്പം ഉണ്ടായത്. ഈ ഭൂകമ്പത്തിൽ വളരെ പരിമിതമായ നാശനഷ്ടങ്ങളെ ഉണ്ടായുള്ളൂ. അവിടെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലെല്ലാം തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഒരു പ്രത്യേകതരം ഭൂകമ്പം. കെട്ടിടം വീണില്ല, ചങ്ങല അഴിഞ്ഞു വീണു. വാതിൽ പൊളിഞ്ഞില്ല, എന്നാൽ വാതിൽ തുറന്നു. ഇത്രയുമൊക്കെ ആയപ്പോൾ അവിടെ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതൊരു തടവുകാരനായിരുന്നില്ല, കാരാഗ്രഹ പ്രമാണിയായിരുന്നു. അയാൾ ഉറക്കുണർന്നു.
അയാൾ ആദ്യം കണ്ടത് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. ചങ്ങലയ്ക്ക് കിടന്ന ആളുകളെല്ലാവരും ഓടി രക്ഷപ്പെട്ടു പോയി കളഞ്ഞിരിക്കും എന്ന് അയാൾ ഊഹിച്ചു. അതുകൊണ്ട് അയാൾ തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു. കാരണം ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അയാളുടെ ശിക്ഷ ഇയാൾക്ക് കിട്ടും. അതായിരുന്നു റോമൻ നിയമം. അങ്ങനെ ഒന്നിലധികം ആളുകൾ രക്ഷപ്പെട്ടാൽ അവരുടെയൊക്കെ ശിക്ഷ ഇയാൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടാൽ ഈ കാരാഗ്രഹ പ്രമാണിയെ ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ സാധിക്കൂ? ഇയാളെ കൊല്ലും, ഇയാളുടെ ഭാര്യയെ കൊല്ലും, ഇയാളുടെ മക്കളെ കൊല്ലും. അയാൾക്ക് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചത്. ഇത് കണ്ട പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആരും ഓടിപ്പോയിട്ടില്ല എന്ന് പൗലോസ് ഇയാളോട് പറഞ്ഞപ്പോൾ ഈ ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്ന് പോലും കാരാഗ്രഹ പ്രമാണിക്ക് അറിയില്ല. കാരണം അവിടെ വെളിച്ചമില്ലല്ലോ. അയാൾ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവരെ താൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇയാൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം, ഞാനിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്, ഞാൻ കൊല്ലപ്പെടാം, എൻ്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെടാം. ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അതിന് വളരെ ലളിതമായ ഒരു ഉത്തരം പൗലോസ് നൽകി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ഇവിടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ലേ എന്ന് പലരും ചിന്തിക്കും. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു കർത്താവാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ താനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടയവൻ, അത് നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ ശത്രുക്കളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? യേശുക്രിസ്തു പാപരഹിതനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശു കുരിശിൽ മരിച്ചത് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു മരണശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് വച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും മേൽ അധികാരമുള്ളവനാണ് യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നീ വിശ്വസിച്ചാൽ, ആ വിശ്വാസം നിൻ്റെ കുടുംബത്തിലുള്ളവർ ഏറ്റെടുത്താൽ അവരും രക്ഷ പ്രാപിക്കും. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് തുടങ്ങിയത്? അപ്പോസ്തലനായ പൗലോസും ശീലാസും മർദ്ദിപ്പിക്കപ്പെട്ടു, അവരെ ജയിലിലിട്ടു, അവരെ അടിച്ചു, അവർക്ക് വേദനയുണ്ട്, എങ്കിലും അവർ പാട്ടുപാടി. അവർ പക്ഷേ അത് സഹിച്ചു. അതിൻ്റെ അവസാനം ദൈവം പ്രവർത്തിച്ചു. ദൈവം പ്രവർത്തിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെടുകയാണ്. അയാൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുകയാണ്. പലപ്പോഴും ദൈവം നമുക്ക് വൈഷമ്യമേറിയ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. അതാണ് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിലുണ്ടായത്. ദൈവം തൻ്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടുത്തി, ആ കാരാഗ്രഹത്തിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും മാനസാന്തരപ്പെടുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയായിത്തീർന്നു. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും
കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.